നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇന്ന് എണീറ്റപ്പോൾ തന്നെ കുറച്ചധികം താമസിച്ച് പോയി കേട്ടോ. എന്നാലും വെയിൽ ഞാൻ നോക്കിയില്ല. രാവിലെ തന്നെ മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ടുണ്ട്. വൈകിട്ട് എന്തായാലും നടക്കത്തില്ല. ലൂക്കാനെയും രാവിലെ തന്നെ ഗേറ്റ് പൂട്ടിയിട്ടിട്ടുണ്ട്. അവൻ്റെ കൂടും കഴുകി വൃത്തിയാക്കി ഇട്ടു. ഒരുപാട് വെയിലാവുന്നതിന് മുന്നേ അവനെ കയറ്റണേ. പിന്നെ ഞാൻ നേരെ വന്നത് ഹാളിലേക്കാണ്. കൊച്ചിൻ്റെ കളിപ്പാട്ടം മുഴുവൻ അവിടെ നിരന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് പറക്കി വെച്ചിട്ട് വേണം ഹാളൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഒരിടത്ത് മാത്രമല്ല കളിപ്പാട്ടം എല്ലാം കിടക്കുന്നത്, ഉള്ളതിലെ മുഴുവൻ അവൾ നിരത്തിയിട്ടേക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറക്കി വെച്ചിട്ട് വേണം എനിക്ക് ഹാളൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഞാൻ ടി വിയിൽ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവൾക്ക് ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിലും ഫോൺ അങ്ങനെ കൊടുക്കില്ല കേട്ടോ. അത്രമേൽ വാശി പിടിച്ചാൽ മാത്രമേ അവൾക്ക് ഫോൺ കൊടുക്കുകയുള്ളൂ. കൂടുതലും ടി വിയിലാണ് കാർട്ടൂൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടി വിയിൽ ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നിൽക്കും കേട്ടോ. കുറച്ച് സമയമൊക്കെ കാർട്ടൂണൊക്കെ കണ്ടങ്ങനെ ഇരുന്നോളും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് എനിക്ക് തൂത്തുവാരി മാറ്റാമല്ലോ മുഴുവൻ. അമ്മ അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാപ്പിക്ക് പുട്ടും കടലയുമാണ്. ഇവിടെ കൂടുതലും കടലക്കറിയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. പൂരി വെച്ചാലും കടലക്കറി, പുട്ടുണ്ടാക്കിയാലും കടലക്കറി, അപ്പം ഉണ്ടാക്കിയാലും കടലക്കറി. ഇവിടെ എല്ലാവർക്കും കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. ബാക്കി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് മിക്കപ്പോഴും കടലക്കറിയാണ്. പിന്നെ തൂത്ത് തുടച്ചതിൻ്റെ പാടെ ഞാൻ മൊത്തം ഒന്ന് തുടച്ചിടുകയും കൂടെ ചെയ്ത് കേട്ടോ. തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വീടിനകത്തെ അത്യാവശ്യം ജോലികളെല്ലാം തീർന്നിട്ടുണ്ട്. കൊച്ചാണെങ്കിലും നിലത്ത് കിടന്ന് ഉരുളുന്നത് കൊണ്ട് എല്ലാ ദിവസവും ഹാളെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടുവേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ വന്നത് തുണി അലക്കാൻ വേണ്ടിയിട്ടാണ്. അലക്കല്ലിൻ്റെ അടുത്ത് നല്ല വെയിലായി വരുന്നതേ ഉള്ളേ. അപ്പോൾ വെയിലാവുന്നതിന് മുന്നേ ഇതൊന്ന് കഴുകി മാറ്റണം. ഒരുപാട് തുണിയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് തുണിയേ ഉള്ളേ. എല്ലാ ദിവസവും അലക്കുന്നത് കൊണ്ട് അത്ര തുണി കൂടി കിടക്കാറില്ല. പിന്നെ അലക്കല്ലിൻ്റെ അവിടെ ഒരു മരം നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ ചൂട് പെട്ടെന്ന് അങ്ങോട്ട് വരില്ല കേട്ടോ. പിന്നെ കൊച്ചിൻ്റെ രണ്ട് പാമ്പറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കത്തിച്ച് വിട്ടേക്കാമെന്ന് ഓർത്തേ. കുറച്ച് കൊതുകും പോകും. സാധാരണ ആടിന് പുകയിട്ട് കൊടുക്കുന്നത്. ഇന്ന് ആടിനെ രാവിലെ ഇറക്കി പറമ്പിൽ കെട്ടി, അതുകൊണ്ട് കൂടിനകത്ത് ആടില്ല കേട്ടോ. പിന്നെ പാമ്പർ ഇപ്പം ഞാൻ കത്തിച്ച് വിട്ടില്ലെങ്കിൽ പിന്നെ വൈകിട്ട് നടക്കുകയില്ല. അതാ കൂടുതലും ഞാൻ ഇപ്പം തന്നെ കത്തിച്ച് വിട്ടേക്കാമെന്ന് ഓർത്തത്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ.